+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷാ പേടി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉള്ള സ്റ്റുഡൻസ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും സൗജന്യമാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. റിവിഷൻ പോർഷൻസ് ആയിരിക്കും ഇനി ഉണ്ടായിരിക്കുക. അപ്പൊ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് റിവിഷൻ പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും പോർഷൻസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതേ ഒരു റിവിഷനിലൂടെ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു പരീക്ഷ പേടി നമുക്ക് പലർക്കും വരുന്നതാണ്. ഏത് രൂപത്തിൽ എക്സാം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സാം എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും പലർക്കും വരുന്ന പേടി. അപ്പൊ ഈ ഒരു പേടി മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മളിപ്പം മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് അത് ആ ഒരു മണിക്കൂറിനുള്ളിൽ എത്ര മണിക്കൂറാണോ എക്സാം പറഞ്ഞിട്ടുള്ളത് ആ ഒരു ടൈം അനുസരിച്ച്, ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾ ഏകദേശം ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ റിവിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. റിവിഷൻ മസ്റ്റ് ആണ് നമുക്ക്. അപ്പൊ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്യുക. മോഡൽ എക്സാം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു റിവിഷനും മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്